ചിറ്റിലപ്പിള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് പ്രൗഢിയോടെ തുടക്കം. കർക്കിടകം 1 ജൂലൈ 17 വൈകിട്ട് 6 നടന്ന ചടങ്ങിൽ അയ്യന്തോൾ അമൃത വിദ്യാലയം പ്രിൻസിപ്പാൾ ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരം ജനങ്ങളിലെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് രാമായണമാണ്. ഈ രാമായണം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക്, ഒരു രാജ്യത്തിൽ നിന്നും അടുത്ത രാജ്യത്തിലേക്ക് അങ്ങനെ പടർന്ന് പന്തലിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരം തന്നെ മാറ്റിമറിച്ചു. ക്ഷേത്രം ഊരാളൻ ചിറക്കൽ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മഠത്തിൽ വിജയൻ മാസ്റ്റർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ക്ഷേത്രം രക്ഷാധികാരി വി ചന്ദ്രശേഖര മേനോൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി സുമാ ജയൻ ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ചിറക്കൽ നന്ദകുമാർ, സെക്രട്ടറി വിനോദ് കറുകയിൽ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ ക്ഷേത്രം ഭരണസമിതി അംഗം മഠത്തിൽ രാമചന്ദ്രൻ സ്വാഗതവും ക്ഷേത്രം പ്രസിഡന്റ് ചിറക്കൽ നന്ദകുമാർ നന്ദിയും പറഞ്ഞു. ഭക്തിയുടെ വിവിധ തലങ്ങളിലൂടെ സദസ്സിനെ കൂട്ടിക്കൊണ്ടുപോയ ഭജനാമൃതം അവതരിപ്പിച്ച അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്ഷേത്ര ഭരണസമിതി ഉപഹാരം നൽകി ആദരിച്ചു. അന്തരിച്ച പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ കെ ഹർഷകുമാറിനെ ക്ഷേത്രം ഭരണസമിതി സ്മരണാഞ്ജലി അർപ്പിച്ചു. ക്ഷേത്രം സെക്രട്ടറി വിനോദ് കറുകയിൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. തുടർന്ന് അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഭജനാമൃതം അരങ്ങേറി. ഭക്തിയുടെയും സംഗീതത്തിന്റെയും അനിർവചനീയമായ അനുഭൂതികൾ സമ്മാനിച്ച നിമിഷങ്ങളിൽ പങ്കാളികളാകാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നിരുന്നത്. ക്ഷേത്രം ഭരണസമിതിയും മാതൃസമിതിയും അമ്മ ഭജന സംഘവുമാണ് രാമായണ മാസാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതോടനുബന്ധിച്ച് ശ്രീ വിഷ്ണു സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകം 1 മുതൽ 7 ദിവസം ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ജൂലൈ 18 ശനിയാഴ്ച വൈകിട്ട് സുരേഷ് ബാബു മാസ്റ്റർ കിള്ളിക്കുറിശിമംഗലം രാമായണ പ്രഭാഷണം നടത്തും. 19 ഞായറാഴ്ച വൈകിട്ട് 6 ചിറ്റിലപ്പിള്ളി ശ്രീദുർഗ കലാക്ഷേത്രം നടത്തുന്ന നൃത്താഞ്ജലി, 20 തിങ്കൾ വൈകിട്ട് 6 പഴമ്പുഴ രാഗമാലികയുടെ ദിവ്യ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഗീതാർച്ചന എന്നിവയും ഉണ്ടായിരിക്കും. ആഗസ്റ്റ് 2 ഞായറാഴ്ച രാവിലെ 8:30 ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. ആഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 ഇല്ലം നിറയും. ആഗസ്റ്റ് 17 തിങ്കൾ രാവിലെ നിറപ്പുത്തരിയും നടക്കും. ATK ന്യൂസ്, ചിറ്റിലപ്പിള്ളി.